ചൈനക്കാർ ഇന്ത്യയിലേക്ക് വരികയാണ്, ചൈനീസ് പട ഇന്ത്യയിലേക്ക് വരികയാണ്. മേനോൻ സാബ് സ്വത്തെ ഹേ, മേനോൻ സാബ് എന്ന് പറഞ്ഞ് വി കെ കൃഷ്ണൻ ഉറങ്ങുകയാണ്. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കെ പി ഉണ്ണികൃഷ്ണൻ്റെ സംഭാവനകൾ മലയാളികളോ കേരളമോ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. ഡൽഹിയിലെ INS ബിൽഡിങ്ങിൽ അദ്ദേഹം പ്രവർത്തനം തുടങ്ങി. അതോടുകൂടി അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി മാറുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ യഥാർത്ഥത്തിൽ ഒരു മലയാളി രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കല്ല, മറിച്ച് ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തലപ്പത്തേക്ക് വരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ പതിറ്റാണ്ടുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ഒരുപാട് മലയാളികളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അന്തരിച്ചുപോയ KP ഉണ്ണികൃഷ്ണൻ. 90-ാം വയസ്സിൽ കോഴിക്കോട്ട് വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. VK കൃഷ്ണമേനോൻ മുതൽ CM സ്റ്റീഫൻ, AK ആൻ്റണി തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭർ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ യഥാർത്ഥത്തിൽ ഒരു മലയാളി രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കല്ല, മറിച്ച് ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തലപ്പത്തേക്ക് വരുന്നത്. അദ്ദേഹം ബോംബെയിൽ ബ്ലിറ്റ്സ് എന്ന പേരിൽ RK കരഞ്ജിയെ നടത്തിക്കൊണ്ടിരുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള വാരികയുടെ ലേഖകനായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന കാലത്ത് വലിയ സ്കൂപ്പുകൾ ധാരാളം അദ്ദേഹം പുറത്തിറക്കിയിരുന്നു. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ KP ഉണ്ണികൃഷ്ണൻ്റെ സംഭാവനകൾ മലയാളികളോ കേരളമോ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് ആയിരുന്നു ബോംബെയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്ത് ബ്ലിറ്റ്സിന് വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതേ സമയത്ത് തന്നെ അദ്ദേഹം AICC അംഗവുമായിരുന്നു. 50-കൾ മുതൽ അദ്ദേഹം AICC അംഗമായിരുന്നു. ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകളുമായിട്ട് അദ്ദേഹം അന്നു മുതൽ വലിയ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ആ കാലത്താണ് KP ഉണ്ണീഷൻ മാതൃഭൂമിയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റായി ഡൽഹിയിലേക്ക് എത്തുന്നത്. ഡൽഹിയിലെ INS ബിൽഡിങ്ങിൽ അദ്ദേഹം പ്രവർത്തനം തുടങ്ങി. അതോടുകൂടി അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി മാറുകയും ചെയ്തു. പക്ഷെ അതിനു മുമ്പ് AICCയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ, മലയാളിയായിട്ടുള്ള നേതാവ് എന്ന നിലയിൽ ഉണ്ണികൃഷ്ണനെ വളരെ നിർണായകമായ രാഷ്ട്രീയ ചുമതലകൾ പലതും നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ ഏൽപ്പിച്ചിരുന്നു. നെഹ്റുവിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജ് ഇലക്ഷനായിരുന്നു 1962 നടന്ന ബോംബെയിലെ VK കൃഷ്ണമേനോൻ്റെ തെരഞ്ഞെടുപ്പ്. VK കൃഷ്ണമേനോൻ ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു. നെഹ്റു കഴിഞ്ഞാൽ അന്നത്തെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആളായിരുന്നു. VK കൃഷ്ണമേനോനോടുള്ള വിരോധമായിരുന്നു പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചട്ടുകമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ നടക്കുന്ന കാലമാണ്. അതിർത്തിയിൽ ചൈനീസ് സേനകൾ തമ്പടിക്കുന്ന കാലമാണ്. ആ സമയത്ത് VK കൃഷ്ണമേനോൻ ബോംബെയിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആചാര്യ JB കൃപലാനിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ചത്. JB കൃപലാനി പാർലമെൻറ്റിൽ VK കൃഷ്ണമേനോനെ ഏറ്റവും ശക്തിയായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു പൊളിറ്റീഷ്യനാണ്. ഇപ്പോൾ കൃപലാനി ആ സമയത്തുണ്ടായിരുന്ന രസകരമായ മുദ്രാവാക്യങ്ങളിലൊന്ന് ചൈനക്കാർ ഇന്ത്യയിലേക്ക് വരികയാണ്, ചൈനീസ് പട ഇന്ത്യയിലേക്ക് വരികയാണ്, മേനോൻ സാബ് സ്വത്തെ ഹേ, മേനോൻ സാബ് എന്ന് പറഞ്ഞ് VK കൃഷ്ണൻ ഉറങ്ങുകയാണ്. അദ്ദേഹം വേണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ, പക്ഷേ ഉറക്കം ആയാലും ഉറങ്ങുകയാണെങ്കിൽ ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃപലാനിജിയെ വിളിക്കൂ എന്ന് ബോംബെയിൽ മുദ്രാവാക്യം വിളിച്ചൊരു കാലമുണ്ടായിരുന്നു. ഈ കാലത്തെക്കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം സരസമായിട്ട് വിവരിക്കുകയുണ്ടായി. ഏതാണ്ട് മണിക്കൂറുകളോളം അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് ആ കാലത്തെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ രസകരമായിട്ടുള്ള, വളരെ ഗംഭീരമായിട്ടുള്ള നിരവധി ഓർമ്മകൾ അദ്ദേഹം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അങ്ങനെയുള്ള ആ സന്ദർഭത്തിലാണ് ഡൽഹിയിൽ പത്രപ്രവർത്തകനായി പ്രവർത്തിക്കുന്ന കാലത്താണ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കാൻ ക്ഷണിച്ചത്. 67 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത്. അദ്ദേഹം അത് താല്പര്യം കാണിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ 67 കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിട്ട് പല കഷ്ണങ്ങളായിട്ട് വിഭജിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് പ്രയാസമാണ്.
കേരളത്തിൽ സത്യത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കഷ്ണം കഷ്ണമായിട്ട് കരുണാകരൻ്റെ ഇലക്ഷൻ ആകെ 9 അസംബ്ലി മെമ്പർമാരുമായിട്ട് നിൽക്കുന്ന സമയത്ത് ലോകസഭയിലേക്ക് മത്സരിച്ചാൽ ജയിക്കില്ല എന്നറിയുന്നുണ്ട് ഉണ്ണീഷൻ മത്സരിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 71 അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. വടകരയിൽ ദാമോദരമേനോൻ ചുവരെഴുത്തൊക്കെ നടത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് AICCയിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാകുന്നത് കോൺഗ്രസിൻ്റെ വടകര സ്ഥാനാർത്ഥി KP ഉണ്ണികൃഷ്ണനായിരിക്കും. അങ്ങനെ ഉണ്ണീഷൻ വരുന്നു, വിജയിക്കുന്നു. പിന്നീട് 3 പതിറ്റാണ്ട് കാലം 90-കൾ 96 വരെയുള്ള കാലത്ത് അദ്ദേഹം വടകരയിൽ നിരന്തരമായി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ഓരോ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 1991 അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് KP ഉണ്ണികൃഷ്ണനെ പൊട്ടിക്കും, എന്ത് വില കൊടുത്തും പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ ഒരു കോലീബി മുന്നണി ഉണ്ടാക്കി. കോൺഗ്രസ് അതിനകത്തുണ്ടായിരുന്നു, മുസ്ലിം ലീഗ് അതിൻ്റെ കൂടെ നിന്നു, BJPയുടെ പിന്തുണയും അവർ നേടിയെടുത്തു. അങ്ങനെയാണ് കോഴിക്കോട്ടെ വലിയ അഭിഭാഷകനായ കോൺഗ്രസ് കുടുംബവുമായിട്ട് ബന്ധമുള്ള അഡ്വക്കേറ്റ് M രത്നസിംഗ് എന്ന് പറയുന്ന അഭിഭാഷകനെ വടകരയിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായി നിർത്തിയത്. ആ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു ലേഖകൻ എന്ന നിലയിൽ അതിൻ്റെ രസകരമായിട്ടുള്ള വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഓർമ്മകൾ ഇന്നും നിലനിൽക്കും. കാരണം KP ഉണ്ണീഷൻ ഒരു കുലുക്കവും നിന്നത്. KP ഉണ്ണീഷൻ രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് വടകരയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നതിന്. രാവിലെ മുതൽ അദ്ദേഹം വീട്ടിലിരുന്ന് പേപ്പർ വായിക്കും. പേപ്പർ വായിക്കുന്നതിനിടയിൽ 100 ആളുകളുടെ ഫോൺ എടുക്കും. ആ സമയത്തൊക്കെ ഞാൻ പലതവണ അദ്ദേഹത്തെ വിളിച്ച് സുഖമായിട്ട് ഒരു തിരക്കുമില്ലാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എല്ലാം കഴിഞ്ഞ് ഒരു 10-10:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അദ്ദേഹം വടകരയ്ക്ക് അങ്ങോട്ട് പുറപ്പെടും. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ണീഷൻ തോറ്റുപോകും എന്നാണ് എല്ലാവരും കരുതിയത്. കാരണം ഉണ്ണീഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഉച്ചയോടുകൂടി ആരംഭിക്കുന്നേ ഉള്ളൂ. ബാക്കിയാകട്ടെ മറുഭാഗത്ത് രത്നസിംഗ് രാവിലെ തന്നെ പുറപ്പെടും, രാവിലെ തന്നെ പ്രവർത്തിക്കും. BJPയുടെ RSSൻ്റെയും ഒക്കെ ആളുകൾ, കോൺഗ്രസിൻ്റെ ആളുകൾ, ഈവൻ ലീഗിൻ്റെ ആളുകൾ പോലും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വോട്ടെണ്ണിയപ്പോഴും അതിന് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട വോട്ടോടുകൂടി ഉണ്ണികൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് പോയി. എന്തുകൊണ്ട്? ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ വളരെ കൃത്യമായിരുന്നു. ഇന്ത്യയുടെ മതേതരത്വത്തെക്കുറിച്ച്, ഇന്ത്യയുടെ മതേതര പാരമ്പര്യങ്ങളെക്കുറിച്ച്, ഇന്ത്യയുടെ സെക്യുലറായിട്ടുള്ള പാരമ്പര്യങ്ങളെക്കുറിച്ച്, ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് വളരെ കൃത്യമായി 3 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട്, വടകരയിലെ ജനങ്ങളോട് അത് വിശദീകരിച്ചു. ഇന്ത്യ നേരിടാൻ പോകുന്ന യഥാർത്ഥ വെല്ലുവിളി എവിടെ നിന്നാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ള തെളിവാണ് 91 അദ്ദേഹം നേടിയ വമ്പിച്ച വിജയം. പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചുപോയി. സോണിയാഗാന്ധിയുടെ കോൺഗ്രസിലേക്കാണ് അദ്ദേഹം പോയത്. പക്ഷേ സോണിയാഗാന്ധിയുടെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു സ്ഥാനങ്ങളൊന്നും കിട്ടിയില്ല. അദ്ദേഹം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട്? ഇന്ദിരാഗാന്ധിയുമായിട്ട് ഒരുപാട് ദീർഘവർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അടുത്ത ബന്ധം പുലർത്തിയ ഉണ്ണികൃഷ്ണൻ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അസംതൃപ്തനായിരുന്നു. അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തുർക്ക്മാൻ ഗേറ്റിലൊക്കെയുള്ള സംഭവങ്ങളുണ്ടായപ്പോൾ തുർക്ക്മാൻ ഗേറ്റിൽ വലിയ മുസ്ലിങ്ങളുടെ വീടുകൾ തകർക്കുകയും കുട്ടികളെ ചതച്ചരയ്ക്കുന്ന സമയത്ത് സഞ്ജയ് ഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ് ഈ കാര്യങ്ങൾ നടത്തിയത്. ഡൽഹിയുടെ ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ചേരി പ്രദേശങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത്. ആ സമയത്ത് താനും സുഭദ്ര ജോഷിയും ഖുർഷിദ് അലം ഖാൻ, ഈ 3 പേരും കോൺഗ്രസിൽ ഇന്ദിരയുടെ ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള പിന്തുണക്കാരാണ്. തങ്ങൾ 3 പേരും ഇന്ദിരാഗാന്ധിയെ വീട്ടിൽ പോയി കണ്ടു എന്നും സംസാരം തുടങ്ങിയപ്പോൾ തുർക്ക്മാൻ ഗേറ്റിലെ സംഭവങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇന്ദിര കുപിതയായി. നിങ്ങൾ സഞ്ജയനെതിരായിട്ട് എനിക്കെതിരെ പിന്നെ ഗൂഢാലോചനയും വന്നിരിക്കുകയാണ്, നിങ്ങളുടെ വർത്തമാനം എനിക്ക് കേൾക്കണ്ട എന്ന് പരസ്യമായിട്ട് തങ്ങളോട് പതുക്കെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു എന്ന് ഉണ്ണികൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ട്. അത് വലിയൊരു ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. കാരണം ഇന്ദിരാഗാന്ധി രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ തൻ്റെ മകൻ്റെ സഞ്ജയൻ്റെ ഒരു പ്രിസണറായിട്ട് അന്ന് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തൻ്റെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ പ്രിസണറായിരുന്നു എന്നാണ് അദ്ദേഹം പിന്നീട് ഓർമ്മിച്ചത്. അതിനുശേഷം സർക്കാർ പിന്നീട് പ്രതിപക്ഷ നിരയിലേക്ക് അദ്ദേഹം വന്നു. VP സിംഗ് മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായി. ആ സമയത്ത് കുവൈത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. കുവൈത്തിൽ സദ്ദാം ഹുസൈൻ ഇറാഖിൽ നിന്ന് കുവൈത്ത് പിടിച്ചെടുത്തു. ആ സമയത്ത് ആയിരക്കണക്കിന് മലയാളികളും ഇന്ത്യക്കാരുമായിട്ടുള്ള ആളുകൾ അവിടുന്ന് അങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന
വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും കെ പി ഉണ്ണികൃഷ്ണനാണ് നേതൃത്വം നൽകിയത്. അത്തരത്തിലുള്ള നിരവധി രാഷ്ട്രീയമായിട്ട് ഭരണപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. ആ സമയത്തൊക്കെ തന്നെ വി പി സിംഗ് മന്ത്രിസഭയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം വലിയ ചില യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ആ യുദ്ധങ്ങളിൽ ഒന്ന് സാം പിട്രോഡ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമായിട്ട് സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. അതിനൊക്കെ തുടർന്ന് പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറിയ സമയത്ത് രാജീവ് ഗാന്ധിക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചത് ഉണ്ണികൃഷ്ണനായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഗംഗോത്രി കലങ്ങിയാൽ ഗംഗ എങ്ങനെ ശുദ്ധീകരിക്കപ്പെടും? ഗംഗോത്രി അഴിമതിയിൽ പുരണ്ട് കഴിഞ്ഞാൽ, ഗംഗോത്രിയിൽ ചളി വന്നു കഴിഞ്ഞാൽ ഗംഗയിൽ ചളിയില്ലാതെ വരുമോ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അതായത് രാജീവ് ഗാന്ധിയിലാണ് യഥാർത്ഥത്തിൽ അഴിമതിയുടെ കുടിയിരിപ്പ്. ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനത്തെയും ഈ അഴിമതി കാർന്നു തിന്നുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയത് വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. കാരണം ആ തരത്തിൽ പരസ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള ഒരാരോപണമാണ് അന്ന് അദ്ദേഹം ഉന്നയിച്ചത്. ബോഫോസ് അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെൻറ്റിൽ ഏറ്റവും കരുത്തരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിന്നത്. സ്നാം പ്രോഗറ്റി എന്ന് പറയുന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ, നിരവധി കേസുകളിൽ ഇറ്റലിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ അദ്ദേഹം അതിശക്തമായ നിലപാടെടുത്തു. അതുകൊണ്ടൊക്കെ തന്നെ പിന്നീട് 90കളിൽ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോയപ്പോൾ സോണിയാഗാന്ധി പഴയ കാര്യങ്ങളൊന്നും മറന്നില്ലെന്ന് തോന്നുന്നു. അവർ ഉണ്ണികൃഷ്ണനെ സൈഡ് ലൈൻ ചെയ്തു. കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഡൽഹി തന്നെ അവസാനിപ്പിച്ച് ഡൽഹി ജീവിതം പ്രധാനമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ദീർഘകാലത്തെ ഒരു രാഷ്ട്രീയ പരിചയം മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം മാത്രമല്ല, വളരെ വളരെ വലിയൊരു വായനക്കാരൻ, വലിയൊരു ചിന്തകൻ, ഇന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുള്ളൊരു വ്യക്തി. ഈ നിലയിലൊക്കെ തന്നെ കെ പി ഉണ്ണികൃഷ്ണൻ സംഭാവനകൾ വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് 2 ലോറി നിറയെ പുസ്തകങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ പന്നിയങ്കരയിലെ വീടുകളിൽ ഈ പുസ്തകങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ തരത്തിലുള്ള അപൂർവ പ്രതിഭാശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടം തന്നെയാണ്. മറ്റൊന്ന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നിപ്പോൾ സംഘപരിവാര രാഷ്ട്രീയം ശക്തിപ്പെട്ട കാലത്ത്, ഇന്ത്യയിൽ വലതുപക്ഷ രാഷ്ട്രീയം അതിശക്തമായി പിടിമുറുക്കുന്ന ഈ കാലത്ത് ഉണ്ണികൃഷ്ണനെ പോലുള്ള ആളുകളുടെ സോഷ്യലിസ്റ്റ് അഭിമുഖമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം വളരെ തിരിച്ചറിയപ്പെടേണ്ടതാണ്. അദ്ദേഹം കോയമ്പത്തൂരിൽ വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലത്ത്, 40കളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റായിരുന്നു. അദ്ദേഹം സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. രാം മനോഹർ ലോഹി അടക്കമുള്ള നേതാക്കളുമായിട്ട് അദ്ദേഹത്തിന് വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് താൻ സോഷ്യലിസ്റ്റുകളുമായി അകന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, സോഷ്യലിസ്റ്റുകൾ നെഹ്റുവിനോട് ഒരുതരം വ്യക്തിവിരോധപരമായിട്ടുള്ള സമീപനമാണ് എടുത്തത്. അത് തനിക്ക് ആക്സെപ്റ്റബിളായിരുന്ന. നെഹ്റു വളരെ ശക്തമായിട്ടുള്ള ദേശീയ പാരമ്പര്യങ്ങളുടെ ഉടമയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രപരമായിട്ട് ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഇന്ത്യയെ ശരിയായ ദിശയിൽ നയിക്കാൻ ശേഷിയുള്ള നേതാവാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെതിരായിട്ട് സോഷ്യലിസ്റ്റുകൾ എടുക്കുന്ന, പ്രത്യേകിച്ച് ലോഹി എടുക്കുന്ന വളരെ വ്യക്തിഗതമായിട്ടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ നിലപാടിനോട് തനിക്ക് യോജിപ്പുണ്ടായില്ല. നെഹ്റു അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ട ഒരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ലോഹിയ നെഹ്റുവിനോടുള്ള കടുത്ത വിരോധം കൊണ്ട് ഉള്ള രാഷ്ട്രീയ നിലപാടുകൾ ശക്തിപ്പെടുത്തി എന്ന് അദ്ദേഹം പറയുന്നു. ഒരു തവണ ഇന്ദിരാഗാന്ധി ഒരു കൂടെ പഴം ജയിലിൽ കൊടുത്തയച്ചപ്പോൾ അത് തിരിച്ചയച്ച ആളാണ് ലോഹിയ എന്നും കൂടി അദ്ദേഹം ഓർമ്മിക്കുന്നു. അതുകൊണ്ട് താൻ ലോഹിയ അടക്കമുള്ള ആളുകളുമായിട്ട് ബന്ധം വിച്ഛേദിച്ചു, കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് പോയി. പക്ഷേ കോൺഗ്രസിൽ തന്നെ എല്ലാവിധ മാറ്റങ്ങൾക്കും, ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. പിന്നീട് അദ്ദേഹം കോൺഗ്രസും രാഷ്ട്രീയവും ഒക്കെ വിട്ട് കോഴിക്കോട്ടേക്ക് വരികയുണ്ടായത്. ഈ നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു വലിയ 90 വർഷങ്ങൾ നീണ്ട ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച 90 വർഷങ്ങൾ നീണ്ട ഒരു ജീവിതമാണ് ഇപ്പോൾ പൊലിഞ്ഞു പോയിരിക്കുന്നത്. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് അഭിമുഖമുള്ള നിലപാടുകളുടെ ഏറ്റവും ശക്തരായ വക്താക്കളിൽ ഒരാളാണ് ഇപ്പോൾ അന്തരിച്ചു പോയ കെ പി ഉണ്ണികൃഷ്ണൻ.